താങ്കൾ 12ാം ക്ലാസ്സിൽ പഠനം നിർത്തി 17 വയസ്സിൽ ട്രെയിൻ കയറി ഗുജറാത്തിൽ എവിടെയാണ് എത്തിയത്? ഗുജറാത്ത് സൂററ്റാണ് ഡയമണ്ട് ഹബ്ബ്. ആക്ച്വലി എന്നെ കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു, എടാ അവിടെ ചെന്നൊരു ഡയമണ്ട് സാരി ഡിസൈനിങ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേയധികം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ ഇത്രയും നാൾ വരച്ചിരുന്നതും സ്കൂളിലൊക്കെ ടീച്ചർമാർ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമല്ലോ, ട്രോഫികളും സർട്ടിഫിക്കറ്റ്. അപ്പം സ്കൂളിൽ ടീച്ചർമാർ പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട്, അത് തപ്പിയെടുക്കുക, എന്നിട്ട് എന്നെ പറഞ്ഞു വിടുക, അവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ സ്കൂളിൻ്റെ പേര് പത്രത്തിൽ വരും. അപ്പം കുറേ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് ഒരാളുടെ അടുത്ത് കാണിച്ചു, ഇതൊക്കെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടേബിളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നാളെ വേണമെങ്കിൽ ജോലിക്ക് വരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വർക്കൗട്ട് ആകുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഓട്ടോമാറ്റിക്കലി ഈ ഡയമണ്ട് ഫീൽഡിലേക്ക് തിരിഞ്ഞു. ജമോളജി അപ്പൻ അവിടെയാണ്. അപ്പം അപ്പൻ പറയുന്ന പിന്നെ നീ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, ഇതിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ ആ ഒരു ജമോളജി എന്താണ് പരിപാടി? ജമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ട്സ് നമ്മൾ ഈ കേൾക്കുന്ന പോലെ ഒന്നും അല്ല ആക്ച്വലി. ഞാൻ ഇപ്പം അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ ഏറ്റവും ചെറുപ്പത്തിലെ എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരെ പഠിപ്പിക്കാൻ എനിക്ക് ജോലി ചെയ്യുന്നതാണ് ആളുകൾ വിചാരിക്കുക. അതും ഡയമണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വലിയ ജോലിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 8 മണിയാകുമ്പോൾ ഓഫീസിൽ ചെല്ലണം, വൈകുന്നേരം 8 മണി വരെ ജോലിയാണ്. 12 മണിക്കൂർ കട്ടപ്പണി. നമുക്ക് തലനേരാക്കാൻ പറ്റാത്ത പോലെ തന്നെ ഡയമണ്ടിനകത്ത് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ മാർക്കിങ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് കൊടുക്കുന്ന വെച്ചിട്ട് അവർ ലേസറിൽ കട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ പ്യൂരിറ്റി കൂട്ടിക്കൊണ്ട് വരികയാണ് ഈ പ്രോസസ്സ് ആക്ച്വലി. ഈ പിന്നീട് അതിൻ്റെ പോളിഷിങ് പരിപാടി ഉണ്ട്. അവരങ്ങനെയാണ് അത് സെല്ല് ചെയ്യുക. റഫായിട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ട് റോ ആയിട്ട് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മളെ കൊണ്ട് അതിൻ്റെ പ്ലാനിങ് ഭയങ്കര സ്ട്രെയിനുള്ള ജോലിയാണ്. നമ്മളിങ്ങനെ ട്യൂബ്ലൈറ്റ് ഇങ്ങനെ കണ്ണിനടുത്ത് വെച്ചിട്ട് ലെൻസിൽ കൂടെയാണ് നോക്കുക. ഞാൻ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്ന ആളുകൾ പറയും ഞാൻ സ്റ്റൈലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഞാനിത് ഊരി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൂടെ കൂടാന്ന് വെള്ളം വരും ഈ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കുറേ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകും. എന്ത് സാലറിയിലാണ് അന്ന് ജോയിൻ ചെയ്യുന്നത്? അന്ന് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2000 രൂപ. 2000 രൂപ ഉള്ളൂ. 12 മണിക്കൂർ ജോലി ചെയ്യണം, 2000 രൂപ സാലറി ഉള്ളൂ. ഇന്നത്തെ ആളുകളുടെ അടുത്ത് പറയുമ്പം ആളുകൾ എങ്ങനെ കരുതുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് 2000 രൂപ സാലറി ഉണ്ടാവുള്ളൂ. പണി പഠിക്കുന്ന ഒരാൾക്ക്. പണി പഠിച്ച ഒരാളുടെ സാലറി എന്ന് കേൾക്കണോ? 5000 രൂപ. അത്രേ ഉള്ളൂ. ഹൈലി പെയ്ഡ് ജോബാണത്. ഇന്നത് ഭയങ്കര എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ 40,000 റുപ്പീസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സൂററ്റിൽ ചെന്നു 2000. ഇതൊന്നും വെച്ച് ജീവിക്കാൻ പറ്റില്ല. അന്ന് സൈഡ് ഇൻകം വേണ്ടേ? സൈഡ് ഇൻകം വേണം. ഞാൻ അത് തപ്പാൻ തുടങ്ങി. പല ബിസിനസ്സുകൾ ചെയ്ത് നോക്കി. മൊബൈലിന്റെ സെക്കൻഡ് ഹാൻഡ് മൊബൈലിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്താണ് പരിപാടി? മൊബൈൽ ലോക്കൽ മാർക്കറ്റ്, ഇങ്ങനെ ചൈന മാർക്കറ്റ് പോലെ അവിടെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അവിടെ പോയിട്ട് മൊബൈൽ ചെറിയ വിലയ്ക്ക് മൊബൈൽ വാങ്ങിക്കും, നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് സെല് ചെയ്യും. നാട്ടിൽ തന്നെ മൊബൈൽ അങ്ങനെ വലുതായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കി. കുറേ കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് തന്നെ എടാ അത് ചെയ്യേണ്ട, അതിനെന്തൊക്കെയോ റോങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിന്റെ പേരിൽ അതെ അങ്ങനെ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ തടിയുടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ വുഡ് വർക്കിന്റെ പരിപാടിയൊക്കെ ഓർഡർ എടുക്കാൻ തുടങ്ങി. അവിടെ കുറച്ചുകൂടെ ചീപ്പറാണ്. ഈ നമുക്ക് എന്താണ് CNC-ലൊക്കെ ചെയ്യിപ്പിക്കുന്ന കുറച്ചുകൂടെ ചീപ്പറാണ്. അപ്പോൾ അവിടെ ചെയ്യിപ്പിച്ചിട്ട് അത് നാട്ടിലേക്ക് അയക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് നോക്കി. അതും കുറെ കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതും സ്റ്റോപ്പ് ചെയ്തു. കാശൊക്കെ കുറെ പോയി. ക്യാഷ് ഇല്ല, ഉള്ളതിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതും നിർത്തി. പിന്നെ ഡയമണ്ട് ബിസിനസ് ചെയ്ത് നോക്കി. അതായത് റോ ഡയമണ്ട്സ് ചെറുതായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് വർക്ക്, എനിക്കറിയാമല്ലോ ആ വർക്ക് ചെയ്ത് ആദ്യമൊക്കെ കുറേ ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടി കഴിയുമ്പോൾ എന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ലീഗലി ഒന്നുമല്ല. നമ്മൾ കുറച്ച് ഡയമണ്ട്സ് ഒരിടത്തു നിന്ന് വാങ്ങിച്ചു. ഞാൻ ഇതിനെ പോളിഷൊക്കെ ചെയ്ത് ഡയമണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു 60 days ഡ്യൂ പറയും. അത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയാണ് തരുന്നത്. എന്നിട്ട് പകുതി കീറി അവരും വെക്കും, പകുതി നമുക്കും തരും. ഈ പേപ്പറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഉറക്കം പോയി. ക്യാഷ് കിട്ടുന്നില്ല. പിന്നെ ചെറുകെ ടെൻഷനായി കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. അതിലും കുറേയധികം ക്യാഷ് പോയിട്ടുണ്ട്. കുറേയധികം ക്യാഷ് പോയി. വീട്ടിൽ നിന്ന് കുറേയധികം ഗോൾഡൊക്കെ, വൈഫിന്റെ കുറച്ച് ഗോൾഡൊക്കെ. കല്യാണം കഴിഞ്ഞു. അദ്ദേഹം സൂറത്തിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. 25ാമത്തെ വയസ്സിലപ്പം കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളെ അവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ ഈ ഡയമണ്ട് ഫീൽഡിലേക്കുള്ള ബിസിനസ് നോക്കാം എന്ന് കരുതി. അന്ന് കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് വന്ന് 15,000 റുപ്പീസ് സാലറി ഉണ്ട്. 2000 നിന്ന് 15,000 എത്ര വർഷം എടുത്തു? എനിക്ക് വന്ന് 5 വർഷം. 5 കൊല്ലം കൊണ്ട് ആകെ 2015 എത്തിയിട്ടുള്ളൂ. 5 വർഷം. അവിടെ ഭയങ്കര സ്ലോ പ്രോസസ്സിലാണ് പല കാര്യങ്ങളും. നമ്മളിത് വെളിയിൽ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അത് അത്ര വിശ്വസനീയമല്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു അവിടെ. ഈ ടൈം തന്നെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഈ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല. അത്രയും സമയം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. കുടുംബമായി ഈ കാശ് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അന്ന് വാടക എത്രയുണ്ട്? വാടക 5,000 രൂപ.
ബാച്ചിലായിട്ട് താമസിക്കുമ്പോൾ നമ്മളൊരു 5-6 പേര് താമസിക്കുമ്പോഴായിരിക്കും 5000 രൂപ അത് ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ ഫാമിലി കൊണ്ടുവന്നപ്പോൾ ആ പ്ലേസിലൊന്നും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല, നല്ലൊരു പ്ലേസ് വേണം. അങ്ങനെ ഞാനത് റിസ്ക് എടുത്താണ് ആക്ച്വലി. 5000 രൂപ എന്ന് പറയുമ്പോൾ 15-ന് 5 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10 ഉള്ളൂ. അതൊരു 15 ദിവസം ആകുമ്പോഴത്തേന് തീർന്നു. എത്രയൊക്കെ മിച്ചം പിടിച്ചെന്ന് പറഞ്ഞാൽ അത് തീരും. പിന്നെ എം ടി ആണ്. പിന്നെ നമ്മൾ അടുത്ത വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ അടുത്ത മാർഗ്ഗം എന്തായിരുന്നു? അടുത്ത മാർഗ്ഗം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നോക്കും. ഈ റഫ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും, ഡയമണ്ട് തന്നെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പിന്നെയും, അതായത് ഈ രാവിലെ വൈകുന്നേരം 8 മണി വരെ ജോലി ചെയ്യും, 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പിന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് ഈ വർക്ക് ചെയ്ത് രാവിലെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരൊരു എമൗണ്ട് നമുക്ക് തരും. ഒരു സൈഡ് ഇൻകം അവിടെ ജനറേറ്റ് ആകുന്നുണ്ടായിരുന്നു ചെറിയ തോതിൽ. പക്ഷേ ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ്. അതാണ് ഈ കണ്ണിന് ഇത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരിക. പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു റാൻഡംലി ഇങ്ങനെ ഒരു മൊബൈൽ വീഡിയോ കണ്ടു. ഇങ്ങനെ ഒരാളിരുന്ന് ലെതർ ക്രാഫ്റ്റിങ് ചെയ്യുന്നത്. ലെതർ ക്രാഫ്റ്റിംഗ് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരാളുടെ വീഡിയോ, അങ്ങനെ ഒരാൾ പേഴ്സ് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് അതൊന്നും എനിക്കറിയില്ല. അയാളിരുന്ന് പേഴ്സ് തയ്ക്കും, ഒരു ബന്ധമില്ല. എന്തെങ്കിലും ക്രാഫ്റ്റിംഗ്, പെയിന്റിംഗ് ഉണ്ട് മനസ്സിൽ, പെയിന്റിങ് കിടപ്പുണ്ട്, സ്പാർക്ക് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കി. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണം അത്, എനിക്കത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,000 രൂപ. ഞാൻ സത്യം എൻ്റെ ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ കിളിയൊക്കെ പോയെന്ന് പറയത്തില്ലേ, 26,000 രൂപയുടെ ഒരു പേഴ്സ്. അതായത് 4 കാർഡ്സ് വെക്കാം, ഒരു ക്യാഷ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത്ര ചെറിയ പേഴ്സിന് അയാൾ കൈകൊണ്ട് ലോകോത്തര ബ്രാൻഡുകൾക്കൊക്കെയാണ് അത്ര വില. 2016 അന്ന് ആൾ ആ ഒരു വില പറഞ്ഞപ്പം UK ഒരു ക്രാഫ്റ്ററാണ്. അപ്പം ഞാൻ ഒരു പേഴ്സിനൊക്കെ ഇത്രയും വിലയുണ്ടോ? ഞാനന്ന് 800-850 രൂപയുടെ പേഴ്സ് ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ 850 രൂപയുടെ പേഴ്സൊക്കെ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് മാറ്റി വെക്കും. ഇഷ്ടമാണ്, അതുകൊണ്ട് കുറെ നേരം കയ്യിലേക്ക് വാങ്ങില്ല. അപ്പോൾ 250 രൂപയുടെ പൈസ മാക്സിമം അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്നാലും ലെതർ ക്രാഫ്റ്റർ ആവുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഇത്രയും പ്രൈസ് പറഞ്ഞിട്ട് ഇത് ഡ്രോപ്പായി. അപ്പോൾ എനിക്കത് മനസ്സിലിങ്ങനെ ഇഷ്ടം കൂടി അതിനോട്. ഓഫീസിൽ പോയിരുന്ന ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം ഇങ്ങനെ ബ്ലിങ്ക് അടിച്ചോണ്ടിരിക്കുകയാണ്. ഡയമണ്ട് മുന്നിലാണ്. ഇപ്പോൾ രാവിലെ പോലും വർക്ക് ചെയ്യുന്ന വർക്കൊന്നും ശരിയാവുന്നില്ല. ഇപ്പോൾ പിന്നെ വർക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്രോസ് ചെക്കിംഗ് ഉണ്ട്, അവിടെ തെറ്റിപ്പോയി നല്ല ചീത്തോളി വെക്കും. രാവിലെ പോലും ചീത്തോളി ഇട്ടുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തുക, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എടുക്കുമെന്ന് പറഞ്ഞു. എന്താണ് റീസൺ പറയണം അവിടെ എന്താണ്? ഞാൻ റീസൺ എനിക്കറിയില്ല, എനിക്ക് വയ്യ ചെയ്യാൻ. അപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ പൊക്കോളം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ലെതർ തപ്പ ഇറങ്ങി മാർക്കറ്റിൽ. എനിക്ക് ലെതർ വേണം. അപ്പോൾ ലെതർ തപ്പ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ലെതറില്ല, ഗുജറാത്തിൽ ലെതറില്ല. അവസാനം ഞാൻ എന്നിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഓട്ടോയുടെ ഒക്കെ ഈ റെക്സിൻ വിൽക്കുന്ന ഒരു കട ഉണ്ട്. ഞാൻ അവിടെ ചെന്ന്, അന്ന് ബൈക്കൊന്നും ഇല്ല കേട്ടോ, എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ നടന്ന് അവിടെ റെക്സിന്റെ ഷോപ്പിൽ എന്നിട്ട് ഒരു ഈ ഓട്ടോയുടെ ഇതടിക്കത്തില്ലേ, സീറ്റ് അടിക്കുന്നത്, ആ ഒരു റെക്സിൻ ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ വാങ്ങിച്ചോണ്ട് വന്നു. മനസ്സിനുള്ള ആ ഒരു ത്വര എങ്ങനെയെങ്കിലും തീർക്കണം. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്ന ഒരു ബ്ലേഡും സ്കെയിലും ഒക്കെ എടുത്ത് അറിയാവുന്നതുപോലെ കട്ട് ചെയ്ത് ചെറിയൊരു സ്ക്വയർ കട്ട് ചെയ്ത് 4 സ്ക്വയർ കട്ട് ചെയ്ത്, വീഡിയോ കണ്ട പോലെ അല്ല, വീഡിയോയിലുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ വേറെ രീതിയിൽ ഇതിനെ 4 സ്ക്വയർ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഈ ഫോർക്ക് വെച്ചിട്ട് കിഴുത്തിട്ടിട്ട് എനിക്കറിയാവുന്ന, എങ്ങനെ റെഫറൻസ് എടുത്തില്ല, അറിയാവുന്ന പോലെ ഇങ്ങനെ കോരി തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 4 കാർഡ്സ് ഇതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റും, 4-5 കാർഡ്സ് എടുത്ത് വെക്കാൻ പറ്റും. എന്നിട്ടും എനിക്ക് ആ ഒരു ഭംഗി അങ്ങോട്ട് പോരാ. അപ്പോൾ ഞാൻ ഒരു ഷർട്ടിൻ്റെ ബാക്കിൽ കോളർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ലേബൽ എടുത്തിട്ട് കാണാൻ എടുത്തിട്ട് ചുമ്മാ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഫെവിക്വിക്കും വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കാണാൻ ഒരു സംഭവം കൊള്ളാം. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് OLX ഇതിനെ വിൽക്കണമെന്നുള്ള ആഗ്രഹത്തിലൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒരു കണ്ട ആഗ്രഹം. OLX എനിക്കൊരു ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ചുമ്മാ ഇട്ടിട്ട് 100 രൂപ വിലയും വെച്ചു. ഞാൻ 100 രൂപയ്ക്കാണ് 1 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപ വില ഇട്ട്, വില എത്ര ഇടണമെന്നൊന്നും അറിയത്തില്ല, 100 രൂപ അങ്ങ് വെച്ചു. 100 രൂപ വിലയും ഇട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഒരാൾ ചോദിച്ചു, ഹൗ മച്ച്? ഞാൻ പറഞ്ഞു, ഇതാണ് വില, ഇവിടെ കിടപ്പുണ്ട്, 100 രൂപ കിടപ്പുണ്ടല്ലോ, അതിനകത്ത് കാണാം. അപ്പോൾ ഇന്നതാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിയർ ബൈ ആണ്, ഇപ്പോൾ വന്ന് എനിക്കത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മമ്മിയും പപ്പായും വെക്കേഷൻ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മിയുടെയും പറഞ്ഞു, ഇതൊരാൾ ചോദിക്കാൻ പറ്റുന്നു, ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ആളത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പോയിട്ട് വാടാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അതുകൊണ്ടുപോയി എൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെ കൊണ്ടുവരികയും ഞാൻ അയാളുടെ ബൈക്കിൽ വന്ന് ഞാനിത് കാണിച്ചു. ആളതിനെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട്
കൊള്ളാം. അപ്പോൾ അത് ജസ്റ്റ് കാർഡ് വെക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി, കാർഡിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കി. ആളെന്നോട് ചോദിച്ചത് 90 രൂപയ്ക്ക് തരുന്നതെന്ന് ചോദിച്ചു, 90 റുപ്പീസിന്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് 90 രൂപയ്ക്ക് തരാം. 100 രൂപയ്ക്ക് സാധനമാണ്. ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് മമ്മിയുടെ അടുത്ത് കാണിച്ചു, മമ്മി എനിക്ക് 90 റുപ്പീസ് കിട്ടി ഇതിന്. അപ്പോൾ എല്ലാവരും ഹാപ്പി. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വെളിയിലെങ്ങും പോകുന്നില്ല, വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാനിതൊരു 5 പീസും കൂടെ മേക്ക് ചെയ്തു. എന്നിട്ട് എൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. ഓഫീസിൽ കൊണ്ട് കൊടുത്തപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ഷർട്ടിന് പോക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഡയമണ്ട് ഫില്ലാണ്. അപ്പം ഭയങ്കര സെക്യൂരിറ്റി റീസൺ. ഒരു ഡോറിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര സെക്യൂരിറ്റി റീസൺ ഉണ്ട്. ചെക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന നാട്ടിൽ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കോളർ പിന്നെ പോക്കറ്റ്സ് ഇല്ല. പിന്നെ നമുക്ക് ഒരു ഡോറിന് അകത്തേക്ക് വെളിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം നിന്നിട്ട് പാനിൽ തുപ്പാൻ പറയും, വായിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ID കാർഡിൽ ബാക്കിലൊരു പോക്കറ്റ് വെച്ചിട്ട് ഒരു 5 പീസ് ഞാൻ മേക്ക് ചെയ്തു. കാരണം ഇവർക്ക് ഈ മാവ് കഴിക്കുന്ന പരിപാടി ഉണ്ട്, ഗുജറാത്തികൾക്ക് ഗുഡ്ക കഴിക്കുന്ന പരിപാടി. അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാഷ് അവർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒരു 5 പീസ് ഞാൻ അവിടെ സെല്ല് ചെയ്തു. 5 പീസ് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു ഫിനിഷിങ്, ആ ഒരു വർക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ ഓഫീസിലുള്ള ആളുകൾക്കാണ് ഞാൻ ഇതുകൊണ്ട് കാണിക്കുന്നത്. ക്യാഷ് തന്നിട്ടുണ്ട്. അതിൽ ക്യാഷ് തരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പോഴും അതിൽ ക്യാഷ് തരാത്ത ആൾക്കാരുണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാകുവാണെങ്കിൽ ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവസാനം ഞാൻ എന്തെടുത്തു, ഈ ഫിനിഷിങ് കിട്ടാത്ത വന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ ഫിനിഷിങ് വേണം, ആ ഒരു വർക്ക് പഠിക്കണം. റെക്സിനാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അവസാനം ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ലെതർ അവിടെ കിട്ടും, അതിൻ്റെ പുറകെ കൂടാൻ തുടങ്ങി. ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതൽ പരിപാടി തുടങ്ങി. എന്തൊക്കെ വേണം, എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതി തുടങ്ങി. എന്നിട്ട് ഓരോന്ന് ചെക്ക് ലിസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഓരോന്ന് ലെതർ പർച്ചേസ് ചെയ്തു. ഒരു സാമ്പിൾ ലെതർ ഒരാളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പം ചെറിയ പറ്റുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ട് 0 ആണ്. അപ്പോൾ ഉള്ളത് വെച്ച് കുറേ മാസങ്ങളെടുത്ത് ആ ഒരു വഴിക്ക് തന്നെ. അപ്പോൾ ആരുടെ അടുത്തും കടം ചോദിക്കാനും പറ്റത്തില്ല, കാരണം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ ഉള്ള അറിവില്ല അന്ന് ഈ ലെതർ ക്രാഫ്റ്റിങ്ങിനെ കുറിച്ച്. ലെതർ വാങ്ങിക്കണം, ഏത് ടൂൾസാണ് വാങ്ങിക്കേണ്ടതെന്നും അറിയുന്നില്ല. അയാൾ കാണിച്ചിരിക്കുന്ന ടൂൾസിനൊരു പേരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ സെർച്ച് ചെയ്യാൻ. ഇന്നിപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടൊക്കെ വരയ്ക്കുമ്പം എന്താണ് സാധനം എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും. പക്ഷെ അന്ന് അത് ഓപ്ഷൻസ് ഇല്ല, കീപാഡാണ്. അപ്പം ലിമിറ്റഡ് സോഴ്സിൽ കുറേയധികം ടൂൾസുകളൊക്കെ ഞാൻ പലയിടത്തു നിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കൊല്ലന്മാരുടെ അടുത്തൊക്കെ കൊണ്ടിട്ട് അതേപോലത്തെ സാധനം മേക്ക് ചെയ്യിപ്പിച്ചു. ലെതർ ഒരെണ്ണം സാമ്പിൾ വാങ്ങിച്ചു, അതിൽ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്തു, ഒരു കാർഡ് ഹോൾഡർ മേക്ക് ചെയ്തു. അതിൽ മേക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി റെക്സിനല്ല, ലെതറിലാണ് ഇതിൻ്റെ വർക്ക് നടക്കുക. ആ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ലെതറിൽ വേണം. എന്നാലേ ആ ലെതർ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ടെന്നും അതിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം ആളുകൾക്ക് അറിയത്തില്ല. ലെതർ ഇൻഡസ്ട്രീസ് ഉണ്ട്, ചെന്നൈയിലും കാൺപൂരും കൽക്കട്ടയിലും ഒക്കെ ലെതർ ഇൻഡസ്ട്രീസും ബാഗുകളൊക്കെ മേക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. പക്ഷെ ലെതർ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അതൊരു കലയാണ്, അതൊരു ആർട്ടാണ്. ആക്ച്വലി അവർ ചെയ്യുന്ന ആ ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്നും നമ്മുടെ നാട്ടിലെ ആളുകളും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഇത് ചെറുക്കെ പഠിക്കാനുള്ള ഇപ്പം 1-2 പേരെ ഞാൻ ടാർഗറ്റ് ചെയ്ത്, അതായത് ഈ യൂട്യൂബിൽ, എന്നിട്ട് അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. റിപ്പീറ്റ്ലി അത് കാണാൻ തുടങ്ങി. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവർ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഈ 2 പേരെ മാത്രം ഞാനൊന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു റയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. അയാൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പുതിയ ആൾക്കാരോട് വരുമ്പം അവരോടും പറയുന്ന അയാളുടെ വീഡിയോ കണ്ടാൽ മതി, എൻ്റെ വീഡിയോ കാണണ്ട, അയാളുടെ വീഡിയോ കാണും. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഈ സാമ്പിൾ കിട്ടിയ സാധനം വെച്ച് ഞാൻ മേക്ക് ചെയ്തു. ആ പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തു. ഓഫീസുകളിലും 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ഒക്കെ ഞാനത് സെല്ല് ചെയ്യുന്നുണ്ട്. ലെതർ എന്ന് പറഞ്ഞാൽ വിലയുള്ള സാധനമാണ്, പക്ഷെ ഫ്രീ കിട്ടിയതാണല്ലോ, സാമ്പിൾ ആണല്ലോ. അല്ലല്ല, സാമ്പിളിന് നമ്മൾ പൈസ കൊടുക്കണം. സാമ്പിളിന് നമ്മൾ പൈസ കൊടുക്കണം. ആ ഒറ്റ പീസിന്റെ പൈസ കൊടുത്താൽ മതി. മറ്റേത് സാമ്പിൾ ഒരു കമ്പനി നമുക്ക് അയച്ചു തരുന്ന സാമ്പിൾ ഒറ്റ കളറിൽ ഒരെണ്ണം അയച്ചു തരുള്ളൂ. രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് 500 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റോ നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പോൾ ഈ സാമ്പിൾ മാത്രം എടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ. സാമ്പിൾ മാത്രമേ ഉള്ളൂ. പല കമ്പനിയും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, പിന്നെ പണിയെടുക്കുന്നു, ഇത് വിൽക്കുന്നു, 150 രൂപ ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ പോകുന്നുണ്ട്, പണി പഠിക്കുകയാണല്ലോ. അവസാനം ഈ സാമ്പിൾ തന്നോണ്ടിരുന്ന ആള് പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് ലെതർ തരില്ല, നീ കുറച്ച് നാളായി പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ ലെതർ തരില്ല. പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു. അയാളുടെ 5 തവണ വാങ്ങിച്ചു. അയാൾ പറഞ്ഞു അയാളുടെ എൻ്റെ ലൈഫിൽ 5 പ്രാവശ്യം സാമ്പിളൊക്കെ ഒരാൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. സെയിം ലെതറാണ് വാങ്ങിക്കണേ. അല്ലെങ്കിൽ സാമ്പിൾ വാങ്ങിക്കുന്ന ഒരു കളർ വാങ്ങിച്ചിട്ട് വേറെ കളറിലേക്കൊക്കെ പോകും. ഇതതുമില്ല, സെയിം ലെതർ തന്നെ വാങ്ങിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു, ഇനി നീ ഓർഡർ തരാതെ ഞാൻ നിനക്ക് ലെതർ അയച്ചു തരില്ല. ഇത് എവിടെയുള്ള ആളാണ്? ഇത് ചെന്നൈയിൽ റാണിപ്പേട്ടുള്ള ഒരാളാണ്. എന്നിട്ട്
അപ്പം ലെതറില്ല, ഇനി വർക്ക് ചെയ്യാൻ ലെതറില്ല. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഇതിനോട് അഡിക്റ്റായി. തലയ്ക്ക് പിടിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല, ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, ഒരു പരിപാടിയും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ഓഫീസിൽ ചെന്ന് സേട്ടൻ്റെ അടുത്ത് ക്യാബിന്, ഞാൻ ആ ക്യാബിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ നോക്കിയിട്ടല്ലാതെ ആ ക്യാബിന് ഞാൻ കയറിയിട്ടില്ല. അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ പോലെ ജോലിക്ക് വരുന്നില്ല, ഞാൻ ജോലി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കര സ്റ്റക്കായി. എന്താ ജോലിക്ക് വരാത്ത? ഇപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ലെതർ ക്രാഫ്റ്റിംഗ്. അതെനിക്കറിയാം, നീ ലെതർ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പേഴ്സൊക്കെ നീ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ റീസൺ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലെതർ ക്രാഫ്റ്റിംഗ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞ അങ്ങനെ ഒരു കാര്യമില്ല. എനിക്ക് അവിടെ നിന്ന് പോരണം, എന്നാലും എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു എത്ര രൂപയാണ് നീ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 80,000 rupees ലെതറിന് വേണ്ടി വേണം, പിന്നെ ഒരു 20,000 അതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് ടൂൾസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം രൂപ വേണം പറഞ്ഞു കഴിഞ്ഞത് ആൾ ആ ഡ്രോവറിൽ നിന്ന് എനിക്ക് 2 കെട്ട് നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഞാനും ഭയങ്കര ഷോക്കായി പോയി. ഇതേപോലെ നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു നിന്റെ പ്രോബ്ലം തീർന്നില്ലേ, പക്ഷേ നീ പണിക്ക് വരണം. എന്നോട് പറഞ്ഞു പണിക്ക് വരണം. അല്ലാതെ അതെനിക്ക് ഇപ്പം തോന്നുമ്പം നല്ലതുമായിരുന്നു, ചിലപ്പോൾ എന്നെ ആണെന്നു. അപ്പം പെട്ടെന്ന് ആൾ എനിക്ക് ഫണ്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ ഫണ്ട് വന്നു. എൻ്റെ ഒരു മൈൻഡിലൊരു സാധനം ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നത് പെട്ടെന്ന് ഓപ്പണായി. ഏത് ലെതർ എന്നുള്ള സാധനം എനിക്ക് പെട്ടെന്ന് ഓപ്പണായി കിട്ടിയതുപോലെ, എനിക്ക് ലെതർ കിട്ടിയതുപോലുള്ള ഒരു ഇത്. ഒരു വർഷം പണിയെടുത്താലും നമ്മൾ അത്ര മിച്ചം വെച്ചിട്ടുണ്ടാവില്ല. ഈ ഫണ്ട് ഞാൻ എടുത്ത് എൻ്റെ അക്കൗണ്ടിലിട്ടു, നേരെ അങ്ങേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ചെന്നൈക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പം പാർസൽ എനിക്ക് റെഡിയാക്കിയോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 15 days പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പാർസൽ വാങ്ങിച്ചു. എന്നിട്ട് ഫണ്ടൊക്കെ അയാളുടെ അടുത്തെത്തി, ഇയാളെനിക്ക് ലെതർ മേക്ക് ചെയ്യാൻ തുടങ്ങി. 15 days ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ലെതർ വരുന്ന വരെ ആ രാത്രികളൊക്കെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇത് വരുന്ന വരെ നമുക്കൊരു ലെതർ വന്നു, റിസീവ്ഡ് ആയി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ. അപ്പോൾ ഈ രസകരമായി സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷീറ്റേ ഞാൻ കണ്ടിട്ടുള്ളൂ അറ്റ് എ ടൈമിൽ. 500 square feet എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമാജിനേഷനൊക്കെ വെളിയിലുള്ള പരിപാടിയാണ്. എനിക്കറിയില്ല എന്ത് വലുപ്പമുണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ഫോർമുല വരുന്നതെന്ന് അറിയില്ല. ഫോർമുല എനിക്കറിയാം, പക്ഷെ ഇത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും, എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം പാർസൽ എടുക്കാൻ പോയി. പാർസൽ വന്നപ്പം വലിയ 2 റോളാണ്. വലിയ റോളാണ്. 24 square feet ഒരു ഹൈഡ് വരുന്നു. ഒരു ആനിമലിന്റെ ഹൈഡ് 24 square feet, 14 square feet 24 ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ റോൾ ചെയ്ത് 2 പാക്കറ്റ് സാധനം വന്നു, 2-3 പാക്കറ്റ് ആക്ച്വലി. ഇത് എന്നിട്ട് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 6ാം നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ലിഫ്റ്റില്ല. ഇത് വലിച്ചു കയറ്റണം. ഞാനും ആ റിക്ഷക്കാരനും കൂടെ ഇത് വലിച്ച് 6ാം നിലയിൽ മേലെ. നാട്ടുകാർ നോക്കുന്നില്ല, ഇത് മൊത്തം നാട്ടുകാരും ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം അയാളെ നോക്കുകയാണ്. ഞാൻ എന്താണ് ഈ വലിച്ച് മേലെ കയറ്റുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ ആ സമയത്താണ് എൻ്റെ വൈഫ് രണ്ടാമത്തെ ക്യാരിങ് ആകുന്നതും. നാട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട സമയത്താണ് ഞാൻ ഉണ്ടെങ്കിൽ നടക്കൂല. അതെ, അല്ലാതെ തന്നെ കുറെ കേസ് ഞാൻ ആളുടെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞാണ്. വലിച്ച് മേളിൽ കയറ്റി ഞാനിത് ആ റിക്ഷക്കാരനെയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഈ പാക്കറ്റ് തുറന്നത് ഫസ്റ്റ് റോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു റോങ് അടിച്ചു. കാരണം സാമ്പിൾ തന്ന സാധനമല്ല വന്ന ഷീറ്റ്. അതിൻ്റെ ഇൻസൈഡൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടും ഇങ്ങനെ ഫൈബേഴ്സ് ഒക്കെ പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് വന്നത്. അപ്പം ഞാൻ ഓർത്തു ഫസ്റ്റ് പീസ് ആണല്ലോ, അതിനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ആയിരിക്കാം, ഡാമേജ് ആകാത്ത ഒരു കോട്ടിങ് പോലെ വെച്ചിരിക്കുന്നതായിരിക്കാം. ഞാൻ ചെറിയ ഓരോ ഷീറ്റ് അടിക്കുമ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് സാമ്പിൾ തന്ന സാധനമല്ല ഇയാൾ അയച്ചേക്കുന്നത്. പണി കിട്ടി. ഞാൻ ഇരുന്ന് പോയി നമ്മൾ വാക്കുകൊണ്ട് പറയത്തില്ലേ, ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നു, ലെതറിന് നടുക്കിരുന്നു. 500 square feet ഒരു റൂമിനെ നിറച്ച് ഞാൻ ആ ലെതറിന് നടുക്കിരുന്നു. കടം വാങ്ങിച്ച് 1 ലക്ഷം രൂപ കൊണ്ട് പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കറങ്ങുവാണോ വീട് കറങ്ങുവാണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പം ആരോടെങ്കിലും പറയണമെന്നുണ്ട് എനിക്കതൊന്നും. ആരോടും പറഞ്ഞിട്ടില്ല. ലെതർ വാങ്ങിക്കാനാന്ന് ഈ സേട്ടിന് മാത്രം അറിയാം, എൻ്റെ ഓഫീസിലെ എൻ്റെ സേട്ടിന് മാത്രം അറിയാം. എൻ്റെ വീട്ടിൽ അറിയത്തില്ല, എൻ്റെ വൈഫിന് അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരാൾക്കും അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല.